ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഞാൻ കുറേ ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് വേറൊന്നും കൊണ്ടല്ല, അമൃതം പൊടി കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ കഴിച്ചാൽ അമൃതം പൊടിയുടെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ, വേറൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ അമൃതം പൊടി എന്ന് പറയുന്നത് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്ന പൊടിയാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് എൻ്റെ മോനിപ്പോൾ 1 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവന് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 45% ഗോതമ്പ് മാവാണ്. അപ്പോൾ ഇതില്ലാത്തവർ ഗോതമ്പ് മാവ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഞാൻ എൻ്റെ മോന് ഇത് ഇഷ്ടമല്ല കുറുക്കാക്കി കൊടുക്കുന്നത്. അപ്പോൾ കേക്കാകുമ്പോൾ ഹെൽത്തി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വേറെ ഒരു ടൂൾസും ഒന്നും എടുത്തിട്ടില്ല. മിക്സിയുടെ ജാറിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എല്ലാം മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ അമൃതം പൊടിയിൽ ഷുഗർ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കുന്നില്ല, 1/4 കപ്പ് വരെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഷുഗർ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഒരു കോഴിമുട്ട നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം. അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. 2 സ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തിട്ട് വരാം കേട്ടോ. ഇത് നമ്മുടെ ബീറ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ കേക്ക്. ഇത് ഞാൻ 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടും. അരിക്കാതെ വന്നാൽ നമ്മൾ ഗോതമ്പിൻ്റെ ചെറിയ ചെറിയ തരികളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. എത്ര തവണ അരിക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ 1 തവണ മാത്രമേ അരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് സോൾട്ടും പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓൾറെഡി മറ്റ് ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ടല്ലോ, മുട്ട അടിച്ചിട്ട് പഞ്ചസാര. അപ്പോൾ അതവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഞാൻ അതിന് മുന്നായിട്ട് ഒരു പഴയ കുക്കറാണ് എടുത്തിട്ടിരിക്കുന്നത്. ഞാൻ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുക്കറിൽ അതിനുള്ളിലൊരു അടപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ റിംഗ് സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി കേട്ടോ. ഡയറക്റ്റ് ഇതിലേക്ക് ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് അടച്ച് വെച്ചിട്ട്, ഇതിൻ്റെ വെയിറ്റ് ഇല്ലാതെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ചൂടാക്കി എടുക്കുക. നമ്മുടെ ഓവൻ്റെ അതേ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഓവനിൽ ഉണ്ടാക്കിയ പോലെ തന്നെയായിട്ട് ഉണ്ടാവും കേക്ക്, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനത് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മുടെ മാവ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നിച്ചങ്ങനെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കരുത്. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വിസ്ക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പൂണോ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ ചെയ്യാം, അതില്ലാത്തവരോടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ പാൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാൽ കാരണം ഇത് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഒരു റിബൺ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ മടക്കായിട്ട് വീഴില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിടണം കേട്ടോ. നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിയായി തോന്നുകയാണെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ള പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ ഡയറക്ഷനിൽ തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഒരുപാടങ്ങ് സ്പീഡിൽ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ, മെല്ലെ. അപ്പോൾ ഞാൻ ഒരു 1-2 സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഒരു കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുക. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ്. മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാനിത് കേക്ക് ടിൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, അല്ലെ നെയ്യോ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, മൈദ ഒക്കെ ഒന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതിൽ കുറച്ച് ലൂസായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാടങ്ങ് കട്ടിയാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ടൈം എടുക്കുകയും ചെയ്യും, ഉള്ളു വേവാതെ പോവും. അപ്പോൾ ഞാൻ ഇതൊന്ന് കൊട്ടി കൊടുക്കുകയാണ്. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടാപ്പ് ചെയ്യും. 2-3 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മീഡിയം അല്ലെങ്കിൽ ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമാണ് വെക്കേണ്ടത്.
അപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ച് ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതാ ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-20 മിനിറ്റ് വരെ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ തൊട്ട് വെക്കുകയാണ്. നല്ല സോഫ്റ്റാണ് കേക്ക്. അങ്ങനെ അടി കരിഞ്ഞിട്ടൊന്നുമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ അതാ ഞാനിത് തണുത്തതിന് ശേഷം കത്തി കൊണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും. ഇത് കത്തി കൊണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് റെഡിയാക്കാം. പിന്നെ ഇത് ഞാൻ പ്ലെയിനായിട്ട് കേക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മോന് ഇഷ്ടം ചോക്ലേറ്റ് ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കൊക്കോ പൗഡറിൽ പാല് മെൽറ്റ് ചെയ്തിട്ട് അതിൽ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്തതിന് ശേഷം കേട്ടോ. അതില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ മോന് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാണ്. ഓക്കെ, എൻ്റെ ഒരു ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. പകുതിയും അവൻ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്